ടു മൈ ചാനൽ. അപ്പൊ നമ്മ ഇപ്പൊ റാസൽ ഗൈമയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റാസൽ ഗൈമയിൽ അവിടെ ആരുണ്ട്? നമുക്ക് പോകുന്ന വഴിക്ക് വേണം ഇനി ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ തന്നെ കൊറേ ലേറ്റ് ആയി. അപ്പൊ നമ്മള് അങ്ങോട്ട് ഫുഡ് കഴിക്കുന്നു, നേരെ റാസൽ ഗൈമയിലേക്ക് വച്ച് പിടിക്കുന്നു. അതെ 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 രാവിലെ എണീച്ചിട്ടുണ്ടോ? നമ്മൾ റാസൽ ഗൈമ പോകുന്ന വഴിക്കൊന്ന് ഫുഡ് കഴിച്ച് പോകാന്ന് വെച്ചിട്ട് മെഹഫിൽ ബിരിയാണി ഇതാണ് നമ്മുടെ സാധനം. ഇതുപോലത്തെ സാധനം കിട്ടുന്ന നമ്മളെ മെഹഫിൽ ബിരിയാണി. ബിരിയാണി സാറേ ഒരു രക്ഷയില്ല സാറേ. ബിരിയാണി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ല, പിന്നെ ഒന്നും കാണില്ല മോളെ, മുമ്പിട്ട് ഒന്നും കാണില്ല. പിന്നെ ബിരിയാണി തന്നെ നമുക്ക് കാണൂല. മിത്തക്കൽ സെറിയാണ്, മിത്തക്കൽ സെറിയ. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ വളരെ വളരെ അപ്പുറം പാർട്ടിയില്ലടാ. പിന്നെ നീ എന്തിനും ഇങ്ങോട്ട് വന്നിനി? കടിയൻ മാമൻ അത് വിജിക്കുട്ടം മേടിച്ചേ ഓർഡർ ചെയ്തേ മട്ടൺ ബിരിയാണി. വിജിക്കുട്ടനോ? ബിരിയാണി ഓർഡർ ചെയ്തേ. ദമ്മല്ലേ? നമുക്ക് അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാൽ നമുക്ക് തോന്നും. വാഴയിലാണ് നമ്മ ബിരിയാണി കഴിക്കാൻ പോകുന്നത്. ബീട്രൂട്ടാ? ബീട്രൂട്ട് താങ്ക് യു. താങ്കൾ എന്താണ് ഓർഡർ ചെയ്തിരിക്കുന്നത്? ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ ബിരിയാണി. ഫ്രൈ ബിരിയാണിയാണോ? ചിക്കൻ ഫ്രൈയും ബിരിയാണി റൈസും അങ്ങനെ പറഞ്ഞാൽ മതി. കാത്തിൻ്റെ സമയമില്ല, അതിൽ കുറച്ച് കസാലകൾ വെച്ചിട്ടുണ്ട്. വെള്ളം വേണോ? കുച്ചോട്ടാ തടിയനപ്പുറം പാർട്ടിക്കൊണ്ട് തടിയൻ പോലെ. അപ്പോൾ യു വാണ്ട് പടവടം ചിക്കൻ അടിക്കും. പോ അതെയാ, എന്നാ കളർ കഴിഞ്ഞിട്ട് ബാക്കി ലാസ്റ്റ് തന്നാ കുടിച്ചോ. കുഞ്ഞു കുറച്ച് അടിച്ചു മാറ്റിയ പോലെ എന്നിട്ട് വെറുതെ കളർ വേണമെന്ന് പക്ഷെ ഉളുപ്പുണ്ടോ പറയാൻ വേണ്ടി. കുറച്ചത്തെ ചുവപ്പും മഞ്ഞ മിക്സ്. ഇതാ റെഡ്. ആർക്ക് മഞ്ഞ വേണോ? ഞാൻ പിന്നെ ബ്ലൂബെറി കഴിക്കല്ലോ, പട്ട റിച്ച് ഫാമിലി ആയോണ്ട്. അമ്പളണിക്ക് മുൻപ് കൊടുക്കണോ? അമ്പണിത് കൊടുക്കില്ല. നമ്മിപ്പോ ഇവിടെ എത്തിച്ചോട്ടാ. നാളെയും ലീവാണ്, നാളെ സൺഡേ ആണ്, നാളെയും ലീവാണ്. അപ്പൊ നാളെ നമ്മ തിരിച്ചു വരും അല്ലേ? എനിക്കിപ്പോ ഫുള്ള് ലീവ് ആയതുകൊണ്ട് നാളെ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മ അവിടെ നിന്ന് ഇറങ്ങും. നീ ഫുഡെല്ലാം എന്തായാലും പറയണം, അത് ആർക്കും അറിയണം. നീ പറഞ്ഞോടക്കാനോ ഒന്ന് പറഞ്ഞോടത്തെ, അത് അറിയില്ല കേട്ടാ. ഇവിടെ മഴ കഴിഞ്ഞിട്ട് പുല്ലൊളിച്ചാ ഓ പറയാൻ പറഞ്ഞേ. എന്ത് പുല്ലെല്ലാം വിട്ടത് ഇപ്പൊ? അതപ്പുറം ഒട്ടകല്ല, മഴ കഴിഞ്ഞിട്ട് പുല്ലെല്ലാം പോയി, അത് ഉണങ്ങിയിട്ട് വീണ്ടും മറ്റേ പഴയ കണക്കത്തിനായി. ക്യാമറ ശശിക്കൊപ്പം സുഖം അതല്ലേ ഇപ്പൊ പെയ്ത് മഴക്കായതാ. കാടുകൾ കാടുകൾ പിടിക്കാൻ ക്യാമറ ഫുള്ള് മരുഭൂമി, ഒറ്റപ്പെട്ട മരുഭൂമിന്റെ ഫുള്ള് കാടല്ലോ ഇപ്പൊ. ഈ ആട് ജീവിതങ്ങളുണ്ടോ അതിൻ്റെ ഉള്ളിലല്ലോ?
സെക്കൻഡിൽ ഞാൻ മരുഭൂമി വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇതാ മരുഭൂമിയിൽ പച്ചപ്പുകൾ. ഈ സൈഡ് കൂട്ടാണോ? ദുബായ് മരുഭൂമി. റാസൽ ഖൈമയുടെ മണ്ണുകളിലേക്ക് യാത്ര. ഇത്തിരി നോക്കടാ വൈബ് തന്നെ. വോയിസ് വെച്ച് എന്ത് വോയിസ്? ധാരകം പറയാം ദുബായാന്ന്. ഇത് കണ്ടാല് മരുഭൂമിയിലെ മരങ്ങളെല്ലാം മരിച്ചു എന്ന് തോന്നുന്നു. ഉണങ്ങി മരിച്ചു. ഒറ്റപ്പെട്ട വീടുകൾ. ഞാൻ കൊന്നു കണ്ടു. ദുബായിലെ മരിക്കാതെ മരങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല പച്ചപ്പുതാ. റാസൽ ഖൈമയിലെ മരിക്കാതെ മരങ്ങൾ, പച്ചപ്പ് മരങ്ങൾ. വാവ് നൈസ്. ഓഫ് യെസ് യെസ് ഐ ആം റീച്ചിങ് ദ ടൈം ആയിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങൾ മുതലാളി വീട്ടിലേക്ക് പോകുന്നു. ഇതാണ് തനിനാടൻ ദുബായ്. തനിനാടൻ റാസൽ ഖൈമ. സോറിയാ, റാസൽ ഖൈമിലെ വലിയ കൊട്ടാരത്തിലേക്കല്ല, ചെറിയ കൊട്ടാരത്തിലേക്കാണ് ഞങ്ങൾ. ഈത്തപ്പ സീസൺ കഴിഞ്ഞെന്ന് വെച്ചാൽ ഈത്തപ്പ കുനുകുനാ ഉണ്ടെന്ന് ഇവിടെ നിന്നു. എൻ്റെ മോനെ ചെറിയ എത്രയിലൂടെ പഴത്തിന്റെ പകണത്രേ. വലിയ തെങ്ങിനെ പോലത്തെ ഈന്തപ്പന. അത് ഈന്തപ്പന, ഈന്തപ്പഴം. സൂര്യൻ എന്തെയ്യാന്നറിയില്ല, നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. വെരി ഗുഡ്. പവർഫുൾ പീപ്പിൾ കമ്മിങ്. പവർഫുൾ പ്ലേസ് ആണ്. നമ്മളെ നാടിന്റെ ഫീല്. കാക്കകളുണ്ട്, പ്രാവുകളുണ്ട്. നമ്മളിതാ കണീഷന്റെ വീട്ടിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞ കണീഷിന്റെ വണ്ടി അവിടെ കാണാനില്ല. കണീഷൻ എവിടെ പോയി?